ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്ക കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. നമ്മളിതിനെ വെള്ളരിക്ക മൂട എന്നാണ് കേട്ടോ പറയുക. ഇന്നത്തെ പാചകം അമ്മയുടേതാണ്. അമ്മയ്ക്ക് കുറച്ച് സഹായം മാത്രമേ ഞാനിന്ന് ചെയ്യുന്നുള്ളൂ. നന്നായി കഴുകി വെച്ച വെള്ളരിക്ക അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം. അതിനുശേഷം ഈ വെള്ളരിക്ക കുനുകുനയായി അരിയുക. അങ്ങനെ വെള്ളരിക്ക മുറിച്ച് കഴിഞ്ഞു. ഇനി ഈ വെള്ളരിക്കയിലേക്ക് കുറച്ച് ഉപ്പിടുക. അത് നന്നായി കുഴച്ച് ഉപ്പ് പിടിക്കാൻ 10 മിനിറ്റ് വെക്കുക. ഇത് പച്ചരിയും പുഴുങ്ങലരിയും മിക്സാക്കി പൊടിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് വാഴയിലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ വാഴയില വറച്ചിട്ട് വരാം. ഇല നന്നായി കഴുകിയെടുക്കാം. ഇനി ഇലയുടെ വെള്ളമൊക്കെ നന്നായി തുടച്ചിട്ട് നമുക്കത് വാട്ടിയെടുക്കണം. അരിപ്പൊടി ചേർക്കാനുള്ള ഉപ്പുവെള്ളം റെഡിയാക്കി. ഇനി നമ്മൾ ആ ഉപ്പിട്ട് വെച്ച വെള്ളരിക്ക ഉണ്ടല്ലോ, അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ആ അരിപ്പൊടിയിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ തേങ്ങ ചിരകണം. ഓരോരുത്തർക്ക് ആവശ്യമുള്ള തേങ്ങ ചേർക്കാം കേട്ടോ. അപ്പോൾ വെള്ളരിക്ക അരിപ്പൊടിയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചിരകി വെച്ച തേങ്ങ കൂടി മിക്സ് ചെയ്യുന്നു. ഇനി അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം അവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും കുഴച്ച് വെച്ച മാവ് നമുക്ക് ഓരോ ഇലകളിലായിട്ട് ഇട്ട് വെക്കാം. ഇലകൾ ഓരോന്നായി മടക്കി വെച്ചു. അപ്പോഴേക്കും അപ്പച്ചെമ്പിലെ വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഈ അരിമാവ് വെച്ച ഇല നന്നായി മടക്കി അപ്പച്ചെമ്പിലേക്ക് വെക്കാം. പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോഴേക്ക് നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി വരാം. അപ്പം വെന്ത് കഴിഞ്ഞു. ഞാനൊന്നെടുത്ത് രുചിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായക്കടിയാണ് കേട്ടോ ഇത്. ഞങ്ങളൊരു 7 മണിയാകുമ്പം ചായ കുടിക്കും. കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.